ഇപ്പോൾ 12 രാശികളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ 12 രാശികളിൽ ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞു. ഈ നക്ഷത്ര സമൂഹങ്ങൾ ഈ രാശിയിൽ ഒരു പ്രത്യേക ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് ചില സ്വഭാവ വിശേഷങ്ങൾ നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ രാശിയിലെ സ്വഭാവവിശേഷങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പറയുന്നത് രാശി സ്വരൂപം അനുസരിച്ചുള്ള സ്വഭാവങ്ങൾ മാത്രമാണ്. മേടത്തിന്റെ രാശി സ്വരൂപം കോലാടാണ് ഈ കാണിച്ചിരിക്കുന്നത് പോലെ സിമ്പലാണ് മണ്ടയ്ക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആടിന്റെ സ്വഭാവം എന്താണ്? സഞ്ചാരപ്രിയ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നിഷ്കളങ്ക സ്വഭാവം, കാടുകളിലും പർവ്വത പ്രദേശങ്ങളിലും താമസിക്കാനും ഇഷ്ടം, ഇങ്ങനെ മലയിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന കാണാം. വേഗം ഭക്ഷിക്കുന്ന സ്വഭാവം. പിന്നെ വാചാലതയും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇടവൻ രാശിയുടെയും കൂറിന്റെയും സ്വരൂപം കാളയാണ്. അതിനനുസരിച്ച് പുഷ്ടിയുള്ള ശരീരം, അധിക വിശപ്പ്, അധ്വാനശീലം, കർമ്മനിരത്വം, സാഹസികത, ചെയ്യുന്ന ജോലി പെട്ടെന്ന് തീർക്കാനുള്ള താല്പര്യം, ഇപ്പം വണ്ണമുള്ള ശരീരം, ചിലർക്ക് നല്ല വണ്ണം തന്നെ കാണും. മിഥുന രാശിയുടെ സ്വരൂപം വീണ കയ്യിലുള്ള വധുവിന്റെയും ഗത കയ്യിലുള്ള പുരുഷന്റെയും ചിത്രമാണ്. സുഖഭോഗങ്ങളിൽ ആസക്തി, കലകളിൽ താല്പര്യം, ധീരത, ആയുധവിദ്യയിൽ താല്പര്യം, ആഡംബര ജീവിതത്തിൽ താല്പര്യം, കലാപ്രിയത, ധീരത, ദയ, ആയുധവിദ്യ, പാചകകല തുടങ്ങിയവയും ഇവരുടെ പ്രത്യേകത. ഇതിലെല്ലാം ഇവർക്ക് ശോഭിക്കാൻ കഴിയും. കർക്കിടകം കൂറുകാരുടെ സ്വരൂപം ഞണ്ട് ആണ്. ഞണ്ടിന്റെ സ്വഭാവം പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു വാസസ്ഥലം മാറുന്ന ശീലമുണ്ടായിരിക്കും. തന്ത്രപരമായ നീക്കമായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് അകന്നിരിക്കാൻ താല്പര്യം. ഇപ്പൊ നമ്മളെ കാണുമ്പോൾ ഞണ്ട് പുറകോട്ട് നടന്നേച്ച് മാളത്തിലെ ഒലിക്കത്തിലെ അങ്ങനത്തെ ഒരു സ്വഭാവം, ഗൂഢ സ്വഭാവം, അന്തർമുഖത്വം, ആക്രമണ സ്വഭാവം, തന്ത്രപരമായ നീക്കങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതം, ഗൂഢ സ്വഭാവം, ഇവയൊക്കെയാണ്. ഇത് നമ്മൾ ഈ ഒരു സ്വരൂപം വെച്ചുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഉള്ളതുണ്ട്, അത് പിന്നെ ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. ഇങ്ങനെ രാശിയുടെ സ്വരൂപം സിംഹമാണ്. ഭരണശേഷി, ഗൗരവം, ശത്രുക്കളോട് ദയില്ലായ്മ, ആത്മീയതയിൽ താല്പര്യം, ഹിംസാ സ്വഭാവം, നേതൃത്വ ഗുണം, ആശ്രിത വാത്സല്യം. കന്യരാശിക്ക് നൽകിയിരിക്കുന്ന ആ രൂപം ഒരു ജലത്തിൽ കിടക്കുന്ന കന്യകയുടെ ഒരു കൈയിൽ നെൽക്കതിരും മറുകൈയിൽ തീപ്പന്തവും അങ്ങനെയാണ്. ലജ്ജ, സഹാകമ്പം, മടി, യാത്രാ താല്പര്യം, ഭക്ഷണം, പാചകകല, ബുദ്ധികൂർമ്മത, പരതനം അനുഭവിക്കാൻ യോഗം, രൂപ സ്വഭാവ സൗന്ദര്യം, വിഭവ സമാഹരണ ശേഷി, ബുദ്ധിപൂർവമുള്ള പെരുമാറ്റം. ഇതുവരെ പറഞ്ഞത് രാശി സ്വരൂപങ്ങളുടെ വെച്ചുള്ള സ്വഭാവ വിശേഷങ്ങളാണ്.